ഇന്നലത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ പരാജയം ആരാധകരെ സംബന്ധിച്ച് വലിയൊരു നിരാശ തന്നെയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നലത്തെ ഒരു മത്സരത്തിൽ വിജയിക്കുമെന്നൊക്കെ പ്രതീക്ഷിച്ചു വന്നതാണ്. എന്തായാലും ഇന്നലത്തെ ഒരു മത്സരത്തിൽ മിഡ്ഫീൽഡിൻ്റെ കുറേ പോരായ്മകൾ തന്നെ ഉണ്ടായിരുന്നു. പ്രോപ്പറായിട്ടുള്ള ഒരു പാസിങ്ങും അവിടെ ഒരു ഷോട്ട്സ് ഓൺ ടാർഗറ്റിൽ പോലും ഫസ്റ്റ് ഹാഫിലൊന്നും ഒരു ഷോട്ട് പോലും അങ്ങനെ അടിക്കാൻ പറ്റുന്നില്ല. പ്ലേയേഴ്സ് തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനൊന്നും അങ്ങനെ സെറ്റായി ആദ്യമേ വന്നിട്ടില്ലായിരുന്നു. അതുപോലെ നോവ സദേക്കൊന്നും അത്ര സപ്പോർട്ട് പോലും കറക്റ്റ് കിട്ടുന്നില്ല. പക്ഷേ എങ്കിൽ അദ്ദേഹം പറ്റുന്നത്രയും പെർഫോം ചെയ്ത് ഇന്നലത്തെ ഒരു മത്സരത്തിൽ ഒറ്റയ്ക്ക് പോരാടിയെന്ന് പറയാൻ പറ്റും. ഒരു മിഡ്ഫീൽഡിൽ ലൂണ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ ഒരു മത്സരത്തിലേക്ക് തിരിച്ചു വരാമായിരുന്നു. ലൂണയുടെ കുറവ് നല്ല രീതിയിൽ അറിയാമായിരുന്നു. ഹോൾഡിംഗ് മിഡ്ഫീൽഡറായിട്ട് ജിക്സൺ സിംഗും കൂടെ പോയതോടെ അവിടെ വലിയൊരു ഇത് തന്നെയാണ്. അവിടെ വന്ന് ഫ്രെഡിക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു തോൽവിയുടെ ഒരു ഇതൊക്കെ തന്നെയായിരുന്നു. മിഡ്ഫീൽഡിലെ ഒരു പോരായ്മകൾ തന്നെയായിരുന്നു ഇന്നലത്തെ ഒരു മത്സരത്തിൽ പരാജയം തന്നെ. അവസാന നിമിഷം ഡിഫൻസിലെ ഒരു ചെറിയ എറർ കൊണ്ടാണ് രണ്ടാമത്തെ ഗോൾ കൺസീഡ് ചെയ്തത്. അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു മത്സരത്തിൽ സമനിലയോടെ ബ്ലാസ്റ്റേഴ്സിന് ഈ ഒരു മത്സരം മടങ്ങാമായിരുന്നു. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്തൊരു മത്സരത്തിൽ ലൂണയും കൂടെ എത്തുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് ചിലപ്പോൾ വിജയവഴിയിൽ തിരിച്ചെത്താമായിരിക്കും. അല്ലെങ്കിൽ 2-3 മത്സരത്തോളം കേരള ബ്ലാസ്റ്റേഴ്സിനാവണം. 3-4 മത്സരത്തോളം ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരം കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ആ ഒരു പ്ലേയേഴ്സ് തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനൊക്കെ കിട്ടിയാൽ ടീം സെറ്റായി വരത്തുള്ളായിരിക്കും. എന്നാലും ഇന്നലത്തെ ഒരു മത്സരത്തിലെ മിഡ്ഫീൽഡിൻ്റെ കുറേ പോരായ്മകളും കറക്റ്റ് പ്രോപ്പറായിട്ടുള്ള കുറേ പാസിങ്ങും ഒന്നും അങ്ങോട്ട് വന്നില്ല.